ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ എങ്ങനെ കവറപ്പ് ചെയ്യാന്നുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അതും ആഫ്റ്റർ 30s നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഡാർക്ക് സർക്കിൾസ്, ഓപ്പൺ പോർസ് ഒക്കെ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് നല്ല പിഗ്മെന്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ കാണാം. ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഭയങ്കര ലൗഡായിട്ടല്ല, മൈൽഡ് ഒരു മിഡ് റേഞ്ചിൽ എങ്ങനെ കവർ ചെയ്യാം, നമുക്കൊരു ഡെയിലി ലുക്കിനൊക്കെ എങ്ങനെ ഈ കൺസീൽ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ഞാൻ എടുത്തേക്കുന്ന 2 കൺസീലർ ഇൻസൈറ്റിന്റെ മേക്കപ്പ് എസൻഷ്യൽ വരുന്ന 2 ഒന്ന് വന്നിട്ട് NC6 ഒരു ഓറഞ്ച് കളക്ടറാണ്. പിന്നെ ഒന്ന് വന്നിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. എന്റെ സ്കിൻ ടോണിനെ കാട്ടി കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് NC5. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഡാർക്ക് സർക്കിൾസ് കവറപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡാർക്ക് സർക്കിൾസ് കവറപ്പ് ചെയ്യുന്നതിന് മുമ്പേ യൂഷ്വൽ പ്രൊസീജിയർ ആയിട്ടുള്ള നമ്മള് ഈ ഫേസ് വാഷ് ചെയ്യുക, പിന്നെ ഒരു ഐസ് റോൾ ഓൺ ചെയ്യണമെങ്കിൽ റോൾ ഓൺ ചെയ്യാം. പിന്നെ അല്ലാതെ നിങ്ങൾ ഡെയിലി വെയർ നിങ്ങൾ ഏതാ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുക. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പിഗ്മെന്റേഷൻസ് കവറപ്പ് ചെയ്യാം. ഭയങ്കര അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതേപോലെ തന്നെ അണ്ടർ ബഡ്ജറ്റാണ്, എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാം കേട്ടോ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങുമ്പോൾ ഒരു ഓഫർ സമയത്ത് ഈ NC5 വാങ്ങുമ്പോൾ മീഡിയം യെല്ലോ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. NC5 വാങ്ങുമ്പോൾ അതിന് 95 സംതിങ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ ഇത് വാങ്ങുമ്പോൾ 110 120 സംതിങ് റുപ്പീസിനാണ് ഇത് വാങ്ങിയത്. അടിപൊളി ഐറ്റം ആണ് കേട്ടോ. എന്റെ ഒരു മേക്കപ്പ് കിറ്റില് എപ്പോഴും ഉള്ള പ്രോഡക്റ്റ്സ് ആണ് ഇത് രണ്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഈ ഒരു ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. കണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഓക്കെ, എപ്പോഴും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സ്കിൻ ടോണിനെ കാട്ടി അണ്ടർ ടോൺ ആയിട്ടുള്ള കൺസീലർ ഇല്ലേ, ഓക്കെ, അതെടുക്കാം. അതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെടുത്തിട്ട് നമ്മുടെ ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടും. നാച്ചുറൽ കവറേജ് ആണ് കേട്ടോ. കണ്ടോ, ഇത് സൂപ്പർ കവറേജ് അല്ലേ. അതും ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് വെച്ചിട്ട് എല്ലാ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങി പൈസ കളയാതെ നമുക്ക് ഉപയോഗമുള്ള പ്രോഡക്റ്റ്സ് വാങ്ങുക. കൺസീലർ ഷെയ്ഡൊക്കെ ഓക്കെ. എന്നിട്ട് ഈ ബാക്കി എടുത്തിട്ട് ബ്രഷിലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യും. കണ്ടേ, അടിപൊളി ഒരു നാച്ചുറൽ കവറേജ് ആണ്. നിങ്ങൾക്ക് സ്പഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൈയാണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ ഹാൻഡ്സ് യൂസ് ചെയ്യാം. കണ്ടോ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കൺസീലിംഗ് പാർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഓണം മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഹൈലൈറ്റിംഗ് കൺസീലർ, ഫൗണ്ടേഷൻ, സ്കിൻ ടിന്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ BB ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഇട്ടു, ലിപ് ഗ്ലോസ് ഇട്ടു, കണ്ണെഴുതി ചെറിയ രീതിയിലുള്ള ഐ ഷാഡോ ഇട്ടു, നമ്മുടെ
ഐബ്രോസ് ഫില്ല് ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് കൺസീലർ ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ ഫേവറേറ്റ് പൗഡർ വെച്ച് ഡാമ്പ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് വെച്ച് ലിപ് ബാം ഇട്ട് വേണമെങ്കിലും പോവാം. ഒരു എവറിഡേ പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺസീലർ ലുക്കാണ്. അതും ബോത്ത് ദ കൺസീലർ ആർ വെരി അഫോർഡബിൾ ആൻഡ് തന്നെ ഒരു മീഡിയം കവറേജ് തരുന്ന സാധനമാണ്. ഓക്കെ, NC6 ആൻഡ് NC5 എന്നെ പോലുള്ള ഡാർക്ക് സർക്കിൾസ് നല്ല പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയ എന്തായാലും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Then tata, bye bye, see you.